അപ്പോൾ നമ്മൾ കോഡ്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ എങ്ങനെയാണ് കോഡ്സ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ആദ്യം ഒരു കൊട്ടേഷൻ കൊടുക്കും. ആ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മേ ബി അവർ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം അല്ലേ? രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും അല്ലേ? അപ്പോൾ രണ്ട് രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിജക്റ്റ് ചെയ്യുന്ന കേസസും വരാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ കൊടുത്ത കൊട്ടേഷൻ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ സെയിൽസിൽ വന്നിട്ട് നമുക്ക് കോഡ്സിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ കൊടുത്ത കൊട്ടേഷൻ അല്ലേ? QT001 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള നമ്മൾ സെൻഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ? സെൻഡ് സ്റ്റാറ്റസ് ആയിട്ട് സെൻഡ് എന്ന് കിടക്കുന്നത് കണ്ടോ? ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ കൊട്ടേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ ഞാൻ ഈ കോഡ്സിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കോട്ട് ഇപ്പോൾ സപ്പോസ് ആ കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനും വരാം അല്ലേ? അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു കോഡ്സിൽ ക്ലിക്ക് ചെയ്തു. കോഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോഡ്സ് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് അക്സെപ്റ്റ് ചെയ്യുക. ഒന്നുകിൽ അവർ അക്സെപ്റ്റ് ചെയ്തതായിട്ട് നമ്മളെ ഇൻഫോം ചെയ്യും. ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? മാർക്ക് ആസ് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. മനസ്സിലായോ? ക്ലിയർ? അതായത് ഇപ്പം ഞാൻ കോഡ്സിൽ വന്ന് നമ്മുടെ കോഡ്സ് ഏതാ? ഗ്രീൻഫീൽഡ് ഇലക്ട്രോണിക്സിന്റെ കോഡ്സ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിൽ നമുക്കിത് ഇവിടെ എന്ത് ചെയ്യാം? ഈ ഒരു 3 ഡോട്ട്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഈ ഒരു കോട്ട് ഇപ്പൊ നമ്മൾ കൊടുത്ത കൊട്ടേഷൻ അവർ അക്സെപ്റ്റ് ചെയ്തു, നമ്മുടെ കൊട്ടേഷൻ ആണ് അവർ അക്സെപ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ഇൻഫോം ചെയ്തു എന്ന് കരുതാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ആസ് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അതല്ല അവർ ഡിക്ലൈൻ ചെയ്തു, ഇത് നമ്മൾ ആ ഒരു എക്സ്പയറി ഡേറ്റ് ഒന്നും ആയിട്ടും അല്ലെങ്കിൽ ആ ഒരു ടൈം ആയിട്ടും അവരുടെ ഒരു റെസ്പോൺസും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഡിക്ലൈൻ ചെയ്യും അല്ലേ? അല്ലെങ്കിൽ അവർ പറയണെന്ത്? നമുക്ക് ആ ഒരു പ്രൈസിന് വേണ്ടാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിക്ലൈൻ കൊടുക്കും അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയും ചെയ്യാം. ഇനി അക്സെപ്റ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിലാവാം. ഒന്ന് നമുക്ക് ഇങ്ങനെ മാർക്ക് ആസ് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അക്സെപ്റ്റ് ആവും. അതേ സ്ഥാനത്ത് ചില ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും? ചില ബിസിനസ്സുകൾക്ക് നമ്മൾ നമ്മുടെ പോർട്ടലിന്റെ ആക്സസ് കൊടുക്കാറുണ്ട്. പോർട്ടലിന്റെ ആക്സസ് കൊടുക്കാറുണ്ട് മീൻസ് അവർക്ക് എന്ത് ചെയ്യാം? നമ്മൾ കൊടുക്കുന്ന മെയിൽ, ഇപ്പൊ നമ്മളൊരു മെയിൽ അയച്ചിട്ടുണ്ടല്ലോ അവർക്ക് അല്ലേ? ആ മെയിലിൽ കയറിയിട്ട് അവർക്ക് നമ്മുടെ പോർട്ടലിൽ വന്നിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ അതിന് ഇപ്പൊ ഞാനിവിടെ ജസ്റ്റ് കസ്റ്റമർ എന്ന് പറയുന്ന ഭാഗത്ത് വരികയാണ്. കസ്റ്റമർ എന്ന് പറയുന്ന ഫീൽഡിൽ വന്ന് ഗ്രീൻഫീൽഡ് ഇലക്ട്രോണിക്സ് നമ്മുടെ പാർട്ടി ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴോട്ട് വരാം. നമ്മുടെ പാർട്ടിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. എന്ത്? കസ്റ്റമർ പോർട്ടൽ അലൗ യുവർ കസ്റ്റമർ ടു കീപ് ട്രാക്ക് ഓഫ് ഓൾ ദ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ദം ആൻഡ് യുവർ ബിസിനസ്. നമ്മളുടെ ബിസിനസ്സും അവരും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് പോർട്ടൽ ആക്സസ് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ക്ലിയർ? പോർട്ടൽ ആക്സസ് വേണമെങ്കിൽ കൊടുക്കാം. സോ ഞാൻ എനേബിൾ പോർട്ടൽ ആക്സസ് എന്നുള്ളത് കൊടുത്തു. അതായത് ഈ പറയുന്ന ഈ ഒരു ഗ്രീൻഫീൽഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ബിസിനസ്സിൽ എന്ത് ചെയ്യാം? ഈ മുർഷിദ് എന്ന് പറയുന്ന ആൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ പോർട്ടൽ ആക്സസ് കൊടുക്കുകയാണ്. ആൾക്ക് എന്ത് ചെയ്യാം? ഈ മെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കയറാൻ പറ്റും. ഓക്കെ, അതിനുള്ള പോർട്ടൽ ആക്സസ് നമ്മൾ കൊടുക്കുകയാണ്. സോ ഞാനത് എന്ത് ചെയ്തു? സേവ് ചെയ്ത് കൊടുത്തു. കണ്ടോ? കസ്റ്റമർ പോർട്ടൽ പ്രിഫറൻസ് ഹാസ് ബീൻ അപ്ഡേറ്റഡ്. അവർക്ക് നമ്മൾ പോർട്ടൽ ആക്സസ് എനേബിൾ ചെയ്ത് കൊടുത്തു. ക്ലിയർ? ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതാണ്. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യാം? താഴെ വരാം. വുഡ് യു ലൈക്ക് ടു നോ ഹൗ മച്ച് യുവർ കസ്റ്റമർ ലൈക്ക് യുവർ സർവീസ് എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നമുക്കിപ്പോൾ ആവശ്യമുള്ള കാര്യമല്ല. സോ ഇനി ഞാൻ നേരെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മെയിൽ അയച്ചിട്ടുണ്ടല്ലോ, കസ്റ്റമർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, കസ്റ്റമർക്ക് ഒരു മെയിലും അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പോർട്ടൽ ആക്സസിന്റെ റിക്വസ്റ്റും അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു മുർഷിദ് പാറക്കൽ എന്ന് പറയുന്ന എൻ്റെ ആ ഒരു മെയിൽ ഐ ഡിയിൽ ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ അതിൽ മെയിൽ വന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കോട്ട് QT001 എന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ടേഷൻ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? ഇതാണ് കൊട്ടേഷൻ. കോട്ടായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കൊട്ടേഷന് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് നോക്കാനും പറ്റും. ഓക്കെ, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കൊട്ടേഷൻ ശരിക്കും നമുക്ക് കാണാൻ പറ്റും അല്ലേ? അതായത് ഇപ്പൊ ഞാൻ ഈ ഓപ്പൺ ചെയ്തത് ആരുടെ പോയിന്റ് ഓഫ് വ്യൂലാണ്? അപ്പൊ നമ്മുടെ ഒരു കസ്റ്റമർക്കല്ലേ ഈ കൊട്ടേഷൻ കൊടുത്തത്. അപ്പൊ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ചിന്തിക്കണം കേട്ടോ. അവരെന്ത് ചെയ്യും? അവർക്ക് ഈ കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നേരെ മെയിലല്ലേ കിട്ടുന്നത്. അപ്പൊ മുർഷിദ് എന്ന് പറയുന്ന ആളാണ് കൊട്ടേഷൻ കിട്ടിയ ആളെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ആ മെയിലിൽ ഈ ഗ്രീൻഫീൽഡ് ഇലക്ട്രോണിക്സിന്റെ ഒരു അതിന്റെ ഒരു സ്റ്റാഫ് ആയിരിക്കും മുർഷിദ് എന്ന് പറയുന്ന ആള്. സോ അവരെന്ത് ചെയ്യും? ഈ കൊട്ടേഷനിൽ കയറിയിട്ട് കൊട്ടേഷൻ ഓപ്പൺ ചെയ്ത് നോക്കും. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇവര് നമുക്ക് ഇന്ന റേറ്റിന് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? iPhone 15 10 പീസ് അവർ 65,000 രൂപക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 2% അവർ ഡിസ്കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഏകദേശം ഈ റേറ്റേ വരുള്ളൂ.
ഓക്കെ, നമ്മൾ ആ ഒരു പാർട്ടി എന്ത് ചെയ്തു, നമ്മുടെ കസ്റ്റമർ അത് ചെക്ക് ചെയ്ത് നോക്കി, ഓക്കെ ആണ്, നമുക്കിത് പ്രൊസീഡ് ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്നുള്ളത് ഓക്കെ ആണ്, അവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഗ്രീൻഫീൽഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ആ പാർട്ടി എന്ത് ചെയ്യും, ഇത് അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ അവർ ഈ ഇത് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളോട് പറയുന്നത് ഓക്കെ ആണ്, നമ്മുടെ ടേംസിനൊക്കെ ഓക്കെ ആണ്, നമ്മൾ ഈ റേറ്റിന് എടുക്കാൻ ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇൻഫോം ചെയ്യും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, മാർക്കാസ് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറഞ്ഞില്ലേ, അതേപോലെ കൊടുക്കാം. ഇനി അതല്ല, അവരെന്ത് ചെയ്യണം, അവർക്ക് നമ്മൾ പോർട്ടൽ ആക്സസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു ഇൻവിറ്റേഷൻ കൊടുത്തല്ലോ പോർട്ടൽ ആക്സസിന്റെ, അപ്പോൾ ആ ഒരു ഇൻവിറ്റേഷനിൽ കയറാം. ഇൻവിറ്റേഷനിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, യു ആർ ഇൻവൈറ്റഡ് ടു സെയിൻ ഇലക്ട്രോണിക്സ് ക്ലയന്റ് പോർട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ നമ്മൾ നേരെ എന്ത് ചെയ്യുക, പോർട്ടൽ യു ആറിൽ കയറാം. കണ്ടോ, പോർട്ടൽ യു ആറിൽ നേരെ കയറാം. ദെൻ അക്സെപ്റ്റ് ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, പോർട്ടൽ യു ആറിൽ കയറാൻ പറ്റും കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഒരു പാസ്വേഡും നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഞാനൊരു പാസ്വേഡ് കൂടെ കൊടുക്കാം. ഓക്കെ, പാസ്വേഡ് കൂടെ കൊടുക്കുകയാണ്. അത് നമുക്കൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കാം. ഓക്കെ, കൺഫേം ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കസ്റ്റമറുടെ ഭാഗത്തു നിന്നാണ് കേട്ടോ ചെയ്യുന്നത്. ആ രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. കസ്റ്റമർ എന്ത് ചെയ്തു, ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് കൺഫേം ചെയ്ത് കൊടുത്തു. ഇനി എന്ത് ചെയ്യാം, ഇനി നേരെ ആ ഒരു പോർട്ടലിൽ വന്ന് നോക്കാൻ പറ്റും. എന്ത്, ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും, നമ്മളുടെ ബാലൻസ് എത്രയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ദെൻ കോഡ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക്, അതായത് നമ്മൾ സെയിൻ ഇലക്ട്രോണിക്സ് ഈ പറയുന്ന ഗ്രീൻഫീൽഡ് ഇലക്ട്രോണിക്സിന് കൊടുത്തിട്ടുള്ള കോട്ടും ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു കൊട്ടേഷനിൽ ശരിക്കും വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കസ്റ്റമറുടെ വിൻഡോ ആണ് ഈ കാണുന്നത്. കസ്റ്റമർ ഗ്രീൻഫീൽഡ് എന്ന് പറയുന്ന കമ്പനി ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കൊട്ടേഷൻ. നമ്മുടെ സെയിൻ ഇലക്ട്രോണിക്സിന്റെ പാർട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്ക്രീനിൽ വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ അവർ പോർട്ടൽ ആക്സസ് കൊടുത്തതുകൊണ്ട് അവർ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതിൻ്റെ ഒരു സ്ക്രീനാണ് ഞാൻ കാണിക്കുന്നത്. സോ അവർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുക, കണ്ടോ, ഓപ്പൺ മോഡിലാണ് കിടക്കുന്നത്. കോട്ട് ഇങ്ങനെയാണ് അല്ലേ. അപ്പോൾ കോട്ട് ഓക്കെ ആണ്. നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അക്സെപ്റ്റ് കൊടുക്കാം. ഇനി ഓക്കെ അല്ലെങ്കിൽ ഡിക്ലൈൻ കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ കസ്റ്റമർ, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പാർട്ടിക്ക് ഗ്രീൻഫീൽഡ് ഇലക്ട്രോണിക്സിന് നമ്മൾ കൊടുത്ത കോട്ടാണത്. ഇത് ഓപ്പൺ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യും. ക്ലിയർ? അപ്പോൾ സപ്പോസ് അവർ അക്സെപ്റ്റ് ചെയ്തു എന്ന് കരുതാം. കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്തു. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. ക്ലിയർ? അതായത് ഇപ്പോൾ നമ്മൾ കൊടുത്ത കൊട്ടേഷൻ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത കോട്ട് എന്ത് ചെയ്തു, ആ കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഇത് കസ്റ്റമറിന്റെ ഭാഗത്ത് നിന്നാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ. സോ അക്സെപ്റ്റ് ചെയ്യുക, രണ്ട് രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു, അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ നമ്മുടെ കമ്പനിയിലോട്ട് വരാം. ഓക്കെ, നമ്മുടെ കമ്പനിയിലോട്ട് വന്നു. ഞാൻ എന്ത് ചെയ്താ, നമ്മുടെ സെയിൽസിൽ കോഡ്സ് സെലക്ട് ചെയ്ത് കൊടുത്തു. കണ്ടോ, കോഡ്സ് സെലക്ട് ചെയ്തപ്പോൾ ഇത് സ്റ്റാറ്റസ് മാറിയത് കണ്ടോ, അക്സെപ്റ്റഡ് എന്നായി. ക്ലിയർ? അവരെന്ത് ചെയ്തു, ഈ പറയുന്ന ഗ്രീൻഫീൽഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കമ്പനി അവിടെ മുർഷിദ് എന്ന് പറയുന്ന ആളുടെ മെയിൽ ഐ ഡിയിൽ കയറിയിട്ട് എന്ത് ചെയ്തു, അവർ ആ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. നമ്മുടെ പോർട്ടൽ ത്രൂ ആണ് നോക്കിയത്. അവർക്ക് ഓക്കെ ആണ്, അവർ അക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെ ആണ്. സോ അവർ അക്സെപ്റ്റ് ചെയ്തു. സോ അപ്പോൾ എന്തായി, ഇവിടെ സ്റ്റാറ്റസ് അക്സെപ്റ്റഡ് ആയി. ഓക്കെ, ഇനി അക്സെപ്റ്റഡ് ആയി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മളൊന്ന് റീലോഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അത് അക്സെപ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ആയി എന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു കൊട്ടേഷൻ എന്ത് ചെയ്തു, ഈ പറയുന്ന ഗ്രീൻഫീൽഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന നമ്മുടെ കസ്റ്റമർ എന്ത് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് ഒരു കൊട്ടേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, കസ്റ്റമർ നമ്മളെ ഇൻഫോം ചെയ്യും അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇതിൽ നേരെ കയറിയിട്ട് നമുക്കിവിടെ മുകളിൽ എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്തതായിട്ട് കൊടുക്കാം അല്ലേ. മാർക്കാസ് അക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ അക്സെപ്റ്റഡ് അല്ലെങ്കിൽ മാർക്കാസ് അക്സെപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാത്തത്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതേപോലെ കാണേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പാർട്ടി നമ്മുടെ പോർട്ടലിൽ പോയിട്ട് അക്സെപ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ കാണിക്കാത്തത്. സോ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ആ കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് അവർ നമ്മളുടെ പോർട്ടലിൽ കയറിയിട്ട്, ഇപ്പം ഞാൻ കാണിച്ചില്ലേ ആ സംഭവം അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പോർട്ടലിൽ എന്ത് ചെയ്തു, അക്സെപ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ കോട്ട്, നമ്മൾ കൊടുത്തിട്ടുള്ള കൊട്ടേഷൻ അവർ അക്സെപ്റ്റ് ചെയ്തതായിട്ട് ഇവിടെ സ്റ്റാറ്റസ് ആയിട്ട് വന്നു കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കൊട്ടേഷൻ ഇഷ്യൂ ചെയ്തത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ.